ഗുഡ് മോർണിംഗ്. ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിതിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനതിൽ പിന്നെ എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഏട്ടനും മഞ്ഞും അപ്പൂസും കൂടെ പോയിട്ടാണ് തേങ്ങയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരം മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ. വൈകുന്നേരം ഒരു 3 മണി തൊട്ടുള്ള വിശേഷങ്ങളാണ് പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വേഗം തന്നെ മീൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, മത്തി മീൻ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം തുണികളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. ഉണങ്ങാത്തത് ഉണ്ട്, ഇത് രാവിലെ ഇട്ടതാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് വെയിലുള്ളത് കൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ തുണിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എടുക്കുന്ന അടിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും അപ്പൂസും കൂടെ താഴത്തെ തൊടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അപ്പൂസ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്നോട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, അവനവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും അവിടെ പോകണം. സാധാരണ പനിയില്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ അവനെ കൂടി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. അല്ല പറഞ്ഞു അപ്പൂസിന് വയ്യാതെ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടിട്ട് ഈ ടൈമിലൊക്കെ. പിന്നെ നമുക്ക് ബക്കറ്റ് കഴുകാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ പിന്നെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പപ്പൂസും അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അവനും സോപ്പ് ഇട്ടിട്ടൊക്കെ അത് കഴുകി തരാൻ വേണ്ടി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണേ. കപ്പ് തരൂ. പിന്നെ നമ്മൾ ഒരു മാണിത്തട്ട ഉണ്ടായിരുന്നു കേട്ടോ. വാഴച്ചുണ്ട്, വാഴക്കൂമ്പ്, മാണിത്തട്ട അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. ആ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് അരിഞ്ഞ് വൈകുന്നേരത്തേക്ക് ചെറിയൊരു ഉപ്പേരി
ഒരു നേരത്തേക്ക് തന്നെ കഷ്ടി അത് തികയില്ല. അപ്പോൾ നമ്മൾ കൈപ്പേരി രാവിലെ ഉണ്ടാക്കിയതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്നാവട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. അതവിടെ കറ പോകാൻ വേണ്ടിയിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് അതിൽ പുറത്തുള്ള പോളകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വെച്ചിട്ടുണ്ട്. പിന്നെ അതെ, ഞാൻ പറഞ്ഞില്ലേ ഏട്ടനും മനുവും കൂടെ താഴത്ത് തൊടിയിലേക്ക് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിറക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണങ്ങിയ മട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രം, പച്ചയൊന്നും വേണ്ട, അത്യാവശ്യം വേണ്ടത് ഉണങ്ങിയത് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ മനുവിന് അവിടെ പെറുക്കി കൂട്ടലായിരുന്നു പൊട്ടപ്പണി. എന്നിട്ട് അതേ കുറേ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഇവിടെ നിന്ന് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്നോട്. അങ്ങനെ ഓലക്കൊടി അടക്കം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വെട്ടിയിട്ട് ഇന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കാനുള്ളത് ഇങ്ങോട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓലക്കൊടിയൊക്കെ നമ്മൾ അവിടെ തന്നെ വെട്ടിയിടുകയാണ്. അങ്ങനെ എടുക്കാറില്ല കേട്ടോ, എടുത്ത് വയ്ക്കാറും എടുക്കാറും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൂസും എൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അവന് പനിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അകത്തിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ വയ്യായ്ക എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാറ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ആശ്വാസം തോന്നുമല്ലോ. അവന് നമ്മൾ നല്ല പനിയിൽ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഇവിടുന്ന് പോകുമ്പോഴൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ. ശേഷം ഇവിടുന്ന് പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമുക്കൊരു ആശ്വാസമാണ്. അതിപ്പം എന്താണ് ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കും. ചിലപ്പോൾ ഡോക്ടറെ കണ്ടാൽ ഒക്കെ പ്രശ്നമൊക്കെ തീർന്നു എന്നുള്ളൊരു ഇതായിരിക്കും, ഒരു മൈൻഡായിരിക്കും ചിലപ്പോൾ അത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ. ആൾക്കും ഇങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മരുന്നൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ആശ്വാസമാണ് പറയും പോലെ. അതേപോലെ തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ വലിയൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഒരു ചൂടിനൊക്കെ ഒരു കുറവുണ്ടായിരുന്നു പോരുമ്പോൾ. അപ്പോൾ അങ്ങനെ അതേ അവിടെ ഉള്ളതൊക്കെ ഒന്ന് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. വാടാ പിന്നെ ഇന്നത്തേക്ക് ആവശ്യമുള്ള വിറക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇത് നമ്മുടെ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇർക്കിൽ, അത് ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ. ഇർക്കിൽ ഒരു ചൂലുണ്ടാക്കാൻ ഏകദേശമൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇനി വേറെ പച്ചപ്പട്ട വെട്ടാനുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് നന്നാക്കി എടുക്കുക. ഒരു അരമണിക്കൂർ ഇരുന്നിട്ടൊന്ന് നന്നാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. ഒരുപാട് നേരം ഇരിക്കണമൊന്നുമില്ല, അർജൻറ്റൊന്നുമുള്ള കാര്യമല്ല. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഓലക്കൊടി ഉണങ്ങുന്നതിന് മുന്നെയാണ് നമുക്ക് ഇർക്കിലുണ്ടാക്കാൻ കുറച്ചും കൂടെ സുഖമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഉണങ്ങിയാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല, ധൃതിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഞാൻ നന്നാക്കി എടുക്കട്ടെ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത് പഴയതാ. എന്താ പറയണ പോയോക്കോ. അങ്ങനെതാ ഒരു അരമണിക്കൂർ, ആ അരമണിക്കൂറിൽ ആ പച്ച ഓലകളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചൂലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ വേണം കേട്ടോ. ഒരു 10-40 ഇറുക്കിലെങ്കിലും വേണ്ടി വരും. 10-40 വേണ്ട കേട്ടോ, എന്നാലും കുറച്ചുകൂടെ മതി. അപ്പോഴേക്കും അത്യാവശ്യം നമുക്കൊരു ചൂലിനുള്ളതാകും കേട്ടോ. പിന്നെ അത് ഇതൊക്കെ ഒന്ന് മാറ്റി ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ അപ്പൂസും ഏട്ടനും മനുവും കൂടെ ഒന്ന് കുളിച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അവരൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് പോകുന്നത് വേറെ ഒന്നിനല്ല, തേങ്ങ ഇടാൻ വേണ്ടിയിട്ടുള്ള ആളെ കിട്ടണം. അത് നമ്മളിങ്ങനെ പോയി നോക്കണം, ആൾക്ക് എന്നാണ് ഒഴിവ് എന്നുള്ളത്.
ആളുടെ ഒഴിവ് പറഞ്ഞിട്ട് വേണം ഇവിടെ ഏട്ടൻ ലീവ് എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ട് ദിവസമാകുമ്പോഴേക്കും അവർ വരുള്ളൂ. പിന്നെ നോയമ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ആൾക്ക് അത്യാവശ്യം നല്ല തിരക്കും ആവും കേട്ടോ. ഈ ഒരു ടൈമിൽ കുറച്ചൊരു തിരക്കിനൊരു ആശ്വാസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നേ. അപ്പം അങ്ങനെ ആ ഓലക്കൊടികളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് പിന്നെ അതാ ഇവിടേക്ക് ഒന്ന് നേരത്തെ അടിച്ചു വാരിയിട്ടു. ഇനിയിപ്പോൾ ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോസ് ഇങ്ങനെ കളിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് കഴുകിയെടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തേ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനവിടെ മ്യൂട്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സാധനം തന്നെ ചിലപ്പോൾ വീണ്ടും ഒക്കെ പറയുന്നുണ്ടായിരുന്നേ. അതാണ് ഞാനങ്ങനെ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ ക്ലീനാക്കിയത് ലോഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് വേഗം ക്ലീനാക്കിയതാണ് കേട്ടോ. സോപ്പ് പൊടി ഇട്ടിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ വഴുക്കലായിരുന്നു കേട്ടോ. ഞാനൊന്ന് 2 പ്രാവശ്യമൊക്കെ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ കഴുകി വീണ്ടും നമ്മൾ സോപ്പിട്ട് കഴുകിയ പോലെയാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ കളഞ്ഞ് വേറെ വെള്ളം എടുത്ത് വീണ്ടും നമ്മൾ അടിക്കുമ്പോൾ വീണ്ടും സോപ്പ് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഏതായാലും ഞാൻ ഒരുവിധമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് തീർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അവർക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതേ നമ്മളെ പണികളൊക്കെ അങ്ങനെ എടുത്ത് തീർന്നു. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. മട്ടലാണ് ഉണ്ടായിരുന്നത്. ഈ മട്ടലിന് എന്താ വെച്ചാൽ ചൂട് കുറവായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ കത്തി തീരും ചെയ്യും. ചൂട് കുറവായിരിക്കും. നമ്മളിങ്ങനെ എപ്പോഴും നീക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പെട്ടെന്ന് നീളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കത്തി തീരും കേട്ടോ. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ നമ്മൾ നല്ല കട്ടിയുള്ള വിറക് ഉപയോഗിക്കുന്നതിൻ്റെ അത്ര ചൂടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതെ ഞാനതൊക്കെ ഒന്ന് കത്തിച്ചത് ആദ്യം ഞാനിവിടെയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതേ ഇന്ന് മട്ടലല്ലേ കത്തിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങോട്ട് പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ചെടുത്തു കേട്ടോ. പിന്നെ ദേ വെള്ളം നിറഞ്ഞപ്പോൾ ഞാൻ ഏട്ടനൊന്ന് കൊണ്ടു തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ ദേ അവരാണിത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ദേ രാത്രി നമുക്ക് കുറച്ച് ചീരക്കറി ഉണ്ടാക്കിയെടുത്തു, താളിപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പച്ചമീൻ മത്തി പുളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുടംപുളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി വന്നു കേട്ടോ. ഞാൻ ചെറിയ വെള്ളത്തിലാണ് മീൻകറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം കുറച്ചെടുത്ത് വറ്റിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് കുറച്ചിട്ടൊന്നുമില്ല, എന്നാലും 2 കറി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് കറി തികയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുടംപുളി ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അക്ക് മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വറക്കാനുള്ള മീനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടാണ് നമ്മൾ വറക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തീയൊക്കെ ഒന്ന് കത്തി കുറുകി വരട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് കുറുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ടി വിയിലെടുത്തത്
പിന്നെ അതേ നമ്മൾ എന്താണ് നെല്ലിക്കലേഹി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ പുതിയൊരു വിശേഷമായിട്ട് വരാം. ഇതുവരെ കേട്ടപ്പോൾ